ആദിലെ അനുമോളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ജിസേൽ ആ വഴി പോകുന്നുണ്ടായിരുന്നു. അപ്പം അനുമോൾ പറയാണ്, ചേച്ചി രാവിലെ തന്നെ മാർക്കറ്റിൽ പോവുക. അല്ല, റേഷൻ കടയിൽ പോവുക. 5 കിലോ അരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആദില ചിരിക്കുന്നുണ്ട്. മണ്ണെണ്ണയും വാങ്ങണം. ജിസേൽ ബിന്നീൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന അതിന് ആദില പറയുക, ബിന്നീൻ്റെ അടുത്ത് റേഷൻ കാർഡ് ചോദിക്കുക. ജിസേലിൻ്റെ കയ്യിൽ മേക്കപ്പ് കിറ്റ് ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ജിസേൽ. അതിനാണ് ഇവർ രണ്ടുപേരോട് ഇങ്ങനെ കളിയാക്കി പറയുന്നത്. അനുമോൾ ആദിലയോട് ചോദിക്കുന്നുണ്ട്, അവൻ എന്താ നിന്നോട് ഇഷ്ടമില്ലാത്തത്? അപ്പം ആദില എന്തോ പറയുന്നുണ്ട്, നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. എന്തോ അന്നത്തെ ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു വിഷയമാണ് പറയുന്നത്. അത് ഞാൻ ചോദിച്ചു നോക്കാം, അത് നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറുമെന്നും അനുമോൾ പറയുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നും അവരായിരിക്കും നമ്മളോട് ബെസ്റ്റായിട്ട് പെരുമാറുന്നത്. പക്ഷേ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും ആ കാര്യത്തിൽ ഞാനൊരു ഉറപ്പ് പറയുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആരുടെ കൂടെയാണ് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത്, ആരെയാണ് ഫ്രണ്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. കാരണം അവസാനം വരെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ വെക്കത്തുള്ളൂ കേട്ടോ. ആദില പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നോക്കേണ്ടുന്നത് നമ്മളെ. അന്നേരം അനുമോൾ പറയാണ്, നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ, നമ്മളെ വിളിക്കുന്നുണ്ടോ, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. മെസ്സേജ് അയക്കുന്നുണ്ടോ, ഓർക്കുന്നുണ്ടോ, അതെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങണം. കുറച്ച് ദിവസം കാണും, പിന്നീട് അങ്ങ് മറക്കും. പിന്നെ അവരുടേതായ കാര്യങ്ങളിലങ്ങ് ആവും. എനിക്ക് ജിഷിൻ ചേട്ടനെയും ഷാനവാസക്കയൊക്കെ നേരത്തെ അറിയാവുന്നതാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. നമ്പർ പോലും ഇല്ലായിരുന്നു. ജിഷിൻ ചേട്ടൻ്റെ നമ്പർ ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് എടുത്തതാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഷാനവാസക്കയുടെ നമ്പറൊന്നും എൻ്റെ അടുത്തില്ല, ഇതുവരെയായിട്ടും ഇല്ലെന്നും പറയുന്നുണ്ട്. അതിൽ ചോദിക്കുന്നത്, ആണോ? മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ പോലും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഇടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ജിഷിൻ ചേട്ടനെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, എല്ലാവരും തിരക്കളാടാ. നമ്മൾ അവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടെങ്കിൽ പറ്റുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. നീ പറയുന്ന പോലെ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റൂ.